ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വല്ലാത്ത വിജിമ്പിച്ച ദിവസമായിരുന്നു. ചുരുക്കി പറഞ്ഞ ന്യൂട്രൽ എക്സ്ട്രീം ഡേ ആണ് മാർക്കറ്റിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പണി കിട്ടി. ഇന്ന് എനിക്ക് കോൾ സൈഡിൽ ഒരു കൃത്യമായ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് എന്റെ ഒരു സസ്റ്റൈനബിൾ ലോസിന് താഴെ പോയപ്പോൾ എനിക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്റെ ചെറിയൊരു അക്കൗണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നത്. അതിലെ ടോട്ടൽ ക്യാപിറ്റൽ ഞാൻ കൊടുത്തിരിക്കുന്നത് 3 lakhs ആണ്. 3 lakhsന്റെ അപ്പുറത്തേക്കുള്ള ഒരു ക്യാപിറ്റലും കൊടുത്തിട്ടില്ല. അതായത് ഞാൻ 30% ഒരു റേഷ്യോ വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. എന്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ 30% മാത്രമേ ഞാൻ അതിൽ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ആ അക്കൗണ്ടിലേക്ക് ഞാൻ കൊടുത്തേക്കുന്നത് 10 lakhs ആണ്. ടോട്ടലായിട്ട് ഞാൻ ഫണ്ട് മാറ്റി വെച്ചേക്കുന്നത്. അതിന്റെ 3 lakhs മാത്രമേ ഞാൻ എന്തിനു ഉപയോഗിക്കുന്നുള്ളൂ, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ. ബാക്കി 7 lakhs ഇൻ കേസ് എന്തെങ്കിലും ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം 10-70 ലോസ് വന്നാൽ തിരിച്ച് ഫണ്ട് എനിക്ക് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യണമല്ലോ. അപ്പൊ ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ചെറിയ 3 lakhsന്റെ അക്കൗണ്ടിലായിരുന്നു. അതിൽ എന്താണ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോവായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു ചെറിയൊരു ലോസ് ആണ്. ഇന്നും ഒരു ചെറിയ ലോസ് അല്ല, ഒരു 10-17 രൂപയ്ക്ക് മുകളിൽ ലോസ് ഉണ്ട് എനിക്ക്. അത് കാരണം സെൻസെക്സിന്റെ ഒരു പിയില് എനിക്ക് ലോസ് വന്നു, സെൻസെക്സിന്റെ ഒരു സിയിൽ ഒരു ലോസ് വന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ദിവസമാണ്. കാരണം ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സിൽ ഞാൻ പറഞ്ഞു, ഒരു ട്രേഡറെ സംബന്ധിച്ച്, ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡറെ സംബന്ധിച്ച് ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് എന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആണ്. അത് നമുക്ക് എന്ത് പറ്റും, ഒരു സെല്ലിങ്ങിന്റെ സ്ട്രക്ചർ വരും, അത് ബൈയിങ് സ്ട്രക്ചർ വന്ന് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചൊരു ലോസ് ആയ ദിവസമാണ്. പക്ഷെ ഞാനത് ഹാപ്പിയാണ്. എന്താണ്, വെൻ ദർ ഇസ് ലോസ് യു നിങ്ങളത് പറയുക, എനിക്ക് ലോസ് ആണ് പറയുക. അപ്പൊ നിങ്ങളുടെ ടെൻഷൻ ഫ്രീ ആവും. നിങ്ങൾക്ക് വരും, നാളെ ട്രേഡ് വീണ്ടും കോൺസെൻട്രേറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും. എക്സ്പ്രസ് ദി ബാഡ് ആൻഡ് സപ്രസ് ദി ഗുഡ് എന്നാണ് എന്റെ ആൾക്കാരൊക്കെ, എന്റെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരൊക്കെ പറയണേ. നല്ലതുണ്ടെങ്കിൽ പറയരുത്, ചീത്ത പറയുക ആൾക്കാരുടെ അടുത്ത്. നല്ലത് പറയണ്ട. നിങ്ങളുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റി, മിസ്റ്റേക്ക് പറ്റി, അതിനെക്കുറിച്ച് പറയുക. പക്ഷെ നല്ലത് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഢമായിട്ട് വെച്ചിരിക്കുക എന്ന് പറയാം. അപ്പൊ അതുകൊണ്ടാണ് എന്റെ പേരും വിഷ്ണു ഗുപ്ത എന്നാണ്. ഗുപ്ത സ്വഭാവം, ഗൂഢമായ രീതിയിലെല്ലാം കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന് മാത്രമാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പണ്ട് പറയാറുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ വിട്ടിട്ട് നേരെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ആ ഒരു മാർക്കറ്റ് വ്യൂയിലേക്ക് വരാം. ഇന്നലത്തെ കൃത്യമായിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു 24,200 മുകളിൽ നിഫ്റ്റി വരുന്നു എന്ന് പറഞ്ഞു. നിഫ്റ്റി വന്നു. ഇന്ന് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ ഓൾമോസ്റ്റ് 24,186 വരെ പോയി. ഇപ്പം ഞാൻ പറഞ്ഞതിന്റെ ഏകദേശം അടുപ്പിച്ച് വരെ പോയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ ദയവായിട്ട് കമന്റ് ചെയ്യുക, സാറേ ഓൾമോസ്റ്റ് 24,200 വന്നു, അല്ലെങ്കിൽ വിഷ്ണു 24,200 ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു നന്ദി എനിക്കത് കമന്റിൽ കൊടുത്തേക്ക്, ഒരു തമ്പോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ചിഹ്നമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നതാണ്. സോ എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ദയവായി ഒരു കമന്റ് ഒക്കെ രേഖപ്പെടുത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെ അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ഓരോ ശനിയാഴ്ചയിൽ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറെ കാലമായിട്ട് പറയുന്ന കാര്യമാണെന്ന് പലരും പറയും ആണ്, പക്ഷെ അത് സമയക്കുറവ് കൊണ്ട് മാത്രമാണ് നടക്കാത്തത്. അപ്പം ആ പോഡ്കാസ്റ്റ് വഴി ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ വീക്കിലും ചെറിയ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകാനുള്ള പ്ലാനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് എന്താണ് അറിയണതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ട്രേഡിംഗ് സ്ട്രാറ്റജി ഒഴിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും ഈ വരുന്ന സാറ്റർഡേ പോഡ്കാസ്റ്റിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നതാണ്. സോ ഇന്ന് നിങ്ങൾ നോക്കിയാൽ പറ്റും, നിഫ്റ്റി ആദ്യം ബുള്ളിഷ് റഫറൻസ് പോയി കട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങി, വീണ്ടും POC വന്നു, വീണ്ടും ബുള്ളിഷ് റഫറൻസ് താഴേക്ക് ഇറങ്ങി, അറ്റ് ലാസ്റ്റ് 3 മണിക്ക് ശേഷം ഫസ്റ്റ് ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് പോയി. ബാങ്ക് നിഫ്റ്റി ആൾറെഡി അവർ സ്റ്റാർട്ടിങ് തന്നെ ബുള്ളിഷ് റഫറൻസ് കട്ടി ഫസ്റ്റും സെക്കൻഡ് ടാർഗറ്റ് വന്ന് ഒരു ട്രേഡബിൾ എൻട്രീസ് കിട്ടിയ ദിവസമായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ബുള്ളിഷ് റെഫറൻസും കട്ടിയിട്ടില്ല, ബെയറിഷ് റെഫറൻസും കട്ടിയിട്ടില്ല, അവിടെ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ കൃത്യമായിട്ട് ഒരു മൂവ്മെന്റ് ഒന്നും അങ്ങോട്ട് തരാതെ ആശാൻ അവിടെ തന്നെ കിടന്ന് കളിച്ചു നിൽക്കുന്ന അവസ്ഥ മിഡ് ക്യാപ്പ് സംഭവിച്ചത്. സോ മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആശാൻ ഇന്നും ഒരു പ്യുവർലി ഒരു ബാലൻസ്ഡ് ആണ്. IBക്ക് അകത്ത് തന്നെയാണ് മാർക്കറ്റ് കിടന്നത്, വേറെ ഒരു മാറ്റവും. പ്യുവർലി ഒരു ബാലൻസ്ഡ് ഡേ ആറ്റമാണ്. ഇന്നലെ ന്യൂട്രൽ ഡേ, ഇന്ന് ബാലൻസ് ഡേ. ട്രെൻഡ് ഡേയുടെ സ്റ്റാൻസ് കാണുന്നില്ലേ, മിഡ് ക്യാപ്പിൽ കാണുന്നുണ്ട്. അത് ഓർത്തോളൂ. ന്യൂട്രൽ ഡേയും ബാലൻസ് ഡേ ഒക്കെ വരികയാണെങ്കിൽ
ഒരു ട്രെൻഡിങ് ഡേയുടെ ചാൻസ് വളരെയധികം മിഡ് ക്യാപ്പിൽ ഞാൻ കാണുന്നുണ്ട്. 14,588 ഭാഗത്തേക്ക് ഞാൻ ആ POC കൊണ്ടുവരും. എത്രയാണ്? 14,560 588 ഭാഗത്തേക്ക് കൊണ്ടുവന്നു. വേറെ മാറ്റമില്ല. ബുള്ളിഷ് റഫറൻസ് സെയിം ആണ്. 14,630 മുകളിൽ ബൈ, 688, 728, 780. ബെയറിഷ് റഫറൻസും സെയിം ആണ്. 468 താഴെ സെല്ലിങ്, 400, 366, 300 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരും. ഇല്ല എങ്കിൽ ഇവിടെ തന്നെ വീണ്ടും വേണമെങ്കിൽ POC അതായത് ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ മിഡ് ക്യാപ്പിൽ ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ന്യൂട്രൽ ഡേ, ബാലൻസ് ഡേ, ട്രെൻഡ് ഡേ ചാൻസ് വളരെ കൂടുതലാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. സോ മിഡ് ക്യാപ്പ് ലെവൽസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഒക്കെ അടിച്ച് ആശാൻ കയറിപ്പോയത് കൊണ്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് R1, R2, R3 എല്ലാം പൊക്കി മുകളിലോട്ട്, ബുള്ളിഷ് റഫറൻസ് എല്ലാം പൊക്കി മുകളിലോട്ട് കൊണ്ടുവന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ POC 57,881, 57,881, 57,881 ഭാഗത്തേക്ക് POC വന്നു. 58,000 എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റഫറൻസ്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 57,670, 57,670, 57,670 ആയിരിക്കും ഞാൻ ഒരു ബെയറിഷ് റഫറൻസ് ആയിട്ട് വെക്കേണ്ടത്. ഇപ്പൊ ക്ലിയർ ആവുന്നല്ലോ. അത് ഫസ്റ്റ് ടാർഗറ്റ് 57,526 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC, 57,520, 57,526 എന്ന് പറഞ്ഞ ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ഈ ഒരു സിയുടെ സിംഗിൾ പ്രിന്റ് വരുന്ന ഏരിയ 57,411, എത്രയാണ്? 57,400, 57,400 എന്ന് പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റ് ഉണ്ട്. അതിന് താഴെ നിൽക്കുന്ന സമയത്ത് 57,290 പഴയ മിനിങ്ങാന്നത്തെ POC 57,218 ഭാഗത്തേക്ക് 19 ഭാഗത്ത്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പറയാനുള്ള റഫറൻസ് ലെവൽ താഴേക്കുള്ളത്. അപ്പൊ ഇനി 58,000 പൊട്ടിയാൽ നമുക്ക് ബൈ എടുക്കാന്ന് പറഞ്ഞിട്ടല്ലോ. ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ടായിരിക്കും? 58,000 പൊട്ടിയാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ പഴയത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 58,059 പൊട്ടിയാൽ മതി നമുക്ക് എടുക്കുന്നത്. 58,059 പൊട്ടിയാൽ മാത്രമേ ഞാൻ ബൈ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 58,180, എത്രയാണ്? 58,180, 58,180 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 58,334 ഭാഗത്തേക്ക്, 58,338, 58,338 ഭാഗത്തേക്ക് വരാനും. അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC 58,500 ഭാഗത്തേക്ക്, സോറി 58,500, 58,500 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു നോർമൽ വേരിയേഷൻ ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. വോളിയം വളരെ കുറവാണ് ഈ ആഴ്ച, പൊതുവേ വോളിയം കുറവാണ് മാർക്കറ്റില്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. മിഡ് ക്യാപ്പ് ബാലൻസ് ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡേ ആണ്. നിഫ്റ്റി നമ്മളെ സംബന്ധിച്ച് ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് കേട്ടോ ആശാൻ. പക്ക ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായ ദിവസമാണ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. 24,144 തൊട്ട് 24,186 വരെ സ്പൈക്ക് ഉണ്ട്. അതായത് 140 തൊട്ട് 186 വരെ ആശാൻ സ്പൈക്ക് ആണ്. സോ ഇനി ഞാൻ നോക്കുന്നത് 24,200 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. അതാണ് 24,200 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. POC എവിടെയാണ് വരുന്നത്? POC 24,116, 24,116 ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ബെയറിഷ് റഫറൻസ് 24,050 താഴെ, 24,050 പൊട്ടിയാൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. ഫസ്റ്റ് ടാർഗറ്റ് 24,000 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് 23,950 ഭാഗം, 23,940, 23,932, ആ 32 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് അതിന് താഴെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയാം 23,880, 23,880, 23,880. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള താഴേക്കുള്ള റഫറൻസ് ലെവൽ. ഇനി ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് എങ്ങോട്ട് പോകും നോക്കണമല്ലോ. 24,200 പൊട്ടിയാൽ മാത്രമേ ഞാൻ ബൈ എടുക്കുന്നുള്ളൂ. ആ ബൈ എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് 24,248, 24,248 അത് വെച്ചല്ലോ. ഇനി സെക്കൻഡ് ടാർഗറ്റ്
24304 24304 അതിന് മുകളിൽ വയ്ക്കുമ്പോൾ അടുത്ത എന്താണ് 340 അല്ലെങ്കിൽ 340 340 ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ്. ചുരുക്കി പറഞ്ഞാൽ 24200 മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,340 എന്ന് പറഞ്ഞാൽ ഈ POC വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. POCയുടെ ഭാഗത്ത് ഒരു ഫെയിൽഡ് ഓപ്ഷൻ ചെറിയൊരു ലാൻഡിനുണ്ട്, ഫെയിൽഡ് ഓപ്ഷൻ കിടപ്പുണ്ട്. എന്നാൽ കൂടെ ഈ 24,050 ഭാഗത്തെത്തുമ്പോൾ ഞാൻ പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യുന്നതിന് പകരം ആ ഭാഗത്തുള്ള ഓപ്ഷൻ നോക്കിയിട്ട് ഒരു കോളിലായിരിക്കും ഞാൻ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത്. അതായത് ഒരു ബുള്ളിഷ് മൊമെന്റിലേക്ക് ഞാൻ കൂടുതൽ ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നത്. അതുകൊണ്ടും കൃത്യമായിട്ട് ഈ ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എല്ലാവരും കൃത്യമായിട്ട് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾ ട്രേഡിംഗ് പേഴ്സൺ അയച്ചു കൊടുക്കുക. നിങ്ങൾ കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. എന്നെ എന്താ മാക്സിമം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള കമന്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ പുതിയ പുതിയ പോഡ്കാസ്റ്റുകൾ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്. ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.